ഹായ് ഹലോ നമസ്കാരം. PH3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് കേറ്റഡ് കാറ്റഗറി 2-ൽ കുറച്ച് സൈക്കോളജി ചോദ്യങ്ങളുമായിട്ട് വന്നതാണ്. ഫെബ്രുവരി 2020 നടന്ന ഒരു പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിനെ നിങ്ങളൊരു മോക്ക് ടെസ്റ്റായിട്ട് ഉപയോഗിക്കുക. 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നിങ്ങൾ ഒരു പക്ഷേ പുതിയതായിട്ട് എഴുതാൻ പോകുന്ന ആളുകൾ ഒരു പക്ഷേ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് നോക്കിക്കൊള്ളുക. ഇനി വരാൻ പോകുന്ന കേറ്ററ്റ് പരീക്ഷയ്ക്ക്, അതായത് ഒരു പക്ഷേ ഡിസംബറിലായിരിക്കും നമ്മുടെ പരീക്ഷ വരിക. ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ കാണും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ച് തുടങ്ങുക എന്ന് കരുതണ്ട. ഒന്ന് നേരത്തെ തുടങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ചോദ്യം ഒന്ന് വായിക്കുക, അതുപോലെ തന്നെ ഉത്തരം അപ്പം തന്നെ പറഞ്ഞു പോവാം. അതിനു മുൻപ് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണോ, നിങ്ങൾക്ക് മനസ്സിലായ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കേറ്ററ്റിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. നോക്കാം. പ്രതിഭാധനരായ കുട്ടികളെ പഠിപ്പിക്കുവാൻ അനുയോജ്യമായ രീതി. അതായത് പ്രതിഭാധനരായ കുട്ടികളെ പഠിപ്പിക്കാൻ അനുയോജ്യമായ രീതി. നിങ്ങൾ കേറ്ററ്റ് പരീക്ഷ എഴുതാൻ നോക്കുന്ന സമയത്ത് കാറ്റഗറി 1 ആയിക്കോട്ടെ, കാറ്റഗറി 2 ആയിക്കോട്ടെ, ഇവിടെയൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് ഒരു വേർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറുഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് ടേം ഉണ്ടാവും. അപ്പോൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഗിഫ്റ്റഡ് ചൈൽഡിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രതിഭാധനരായ കുട്ടികളെ പഠിപ്പിക്കുവാൻ അനുയോജ്യമായ രീതി. ഇതൊരു പോസിറ്റീവായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ആദ്യമേ അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചോളുക അല്ലേ. പ്രതിഭാധനരായ കുട്ടികളെ എന്ത് ചെയ്യണം? പഠിപ്പിക്കുവാൻ അനുയോജ്യമായ രീതി ഏത്? ചിലപ്പോൾ പ്രതിഭാധനരായ കുട്ടികളെ പഠിപ്പിക്കുവാൻ അനുയോജ്യമല്ലാത്ത രീതി ഏതെന്ന് ചോദിക്കും. അപ്പോൾ ചോദ്യം നന്നായി വായിക്കണം. അതാണ് ആദ്യത്തെ കാര്യം. ഓപ്ഷൻ എ നോക്കുക. ഉന്നത നിലവാരമുള്ള ചിന്താമാതൃകകൾ നൽകുക. ഓക്കെ, അതായത് പ്രതിഭാധനരായ കുട്ടികളെ പഠിപ്പിക്കാൻ ഉന്നത നിലവാരമുള്ള ചിന്താമാതൃകകൾ നൽകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണോ ശരി ഉത്തരം? അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് മറ്റ് ഓപ്ഷൻസ് നോക്കണം, നിർബന്ധമാണ്. വ്യത്യസ്ത ബോധന പ്രവർത്തനങ്ങൾ നൽകുക. പ്രതിഭാധനരായ കുട്ടിയെ സംബന്ധിച്ച് വ്യത്യസ്ത ബോധന പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്, അത് നൽകണം. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തേത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മാർക്ക് അല്ലേ തെറ്റി നമ്മുടെ അശ്രദ്ധ കൊണ്ട്. സ്വതന്ത്ര പഠന രീതികൾ പ്രോത്സാഹിപ്പിക്കുക. അത് വേണോ? പ്രതിഭാധനനായ ഒരു കുട്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് ഓപ്ഷൻ ഡി? മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി കിട്ടിയവർ എത്ര പേരുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം, കൗമാരക്കാരുടെ മൂല്യങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. കൗമാരക്കാരുടെ മൂല്യങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് രക്ഷിതാക്കളാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സമൂഹമാണോ? അധ്യാപകരാണോ? സമപ്രായക്കാരാണോ? നോക്കുക. കൗമാരക്കാരുടെ മൂല്യങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കില്ല, സമൂഹത്തെ എന്ത് ചെയ്യുന്നില്ല, അവരെ പരിഗണിക്കുന്നേ ഉണ്ടാവില്ല. അധ്യാപകർ പറഞ്ഞാൽ തീരെ കേൾക്കില്ല. പക്ഷെ കൂട്ടുകാർ പറഞ്ഞാലാവും. സമപ്രായക്കാരാണ് അവരുടെ മൂല്യങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. അപ്പോൾ ഉത്തരം സിമ്പിളാണ്, ഓപ്ഷൻ ഡി തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം അതേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യം തന്നെയാണ്. കൗമാരക്കാരുൾപ്പെടുന്ന ഘട്ടം. കൗമാരക്കാര് കളികളുടെ പ്രായമാണോ? സംഘം ചേരലിൻ്റെ പ്രായമാണോ? വിദ്യാലയപൂർവ്വ പ്രായമാണോ? കളിപ്പാട്ടങ്ങളുടെ പ്രായമാണോ? ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സമപ്രായക്കാരുമായി ബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെ സംഘം ചേരലിൻ്റെ പ്രായമാണ് ഇവിടെ വരുന്ന ശരി ഉത്തരം. കൗമാരക്കാർ ഉൾപ്പെടുന്ന ഘട്ടമാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ സംഘം ചേരലിൻ്റെ പ്രായവും, രണ്ടാമത്തേത് ചോദിച്ചാൽ സമപ്രായക്കാരാണ് അവരുടെ മൂല്യങ്ങളെ, ആരുടെ? കൗമാരക്കാരുടെ മൂല്യങ്ങളെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു ചോദ്യം, കുട്ടികളിൽ സർഗശേഷി പരിപോഷിപ്പിക്കുന്ന, ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? അസൈൻമെൻറ്റ്, മൈക്രോ ടീച്ചിങ്, ഡെമോൺസ്ട്രേഷൻ, മസ്തിഷ്കോച്ചാടനം എന്നുള്ളതാണ്. അസൈൻമെൻറ്റ് നൽകിയിട്ടാണോ സർഗശേഷി പരിപോഷിപ്പിക്കേണ്ടത്? മൈക്രോ ടീച്ചിങ്ങിലൂടെയാണോ? ശരിക്കും മൈക്രോ ടീച്ചിങ് എന്താണെന്നൊന്ന് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. BEd TTC ഒക്കെ കഴിഞ്ഞ് DLEd കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും മൈക്രോ ടീച്ചിങ് എന്താണെന്നറിയാം.
എന്താണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്? നമുക്ക് കുറച്ച് അല്ലേ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസ് എടുക്കുന്നു. അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കുക? ഏതെങ്കിലും ഒരു കഴിവ് അല്ലെ അധ്യാപനം നടത്തുന്ന സമയത്തുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു സ്കില്ലിനെ ഫോക്കസ് ചെയ്തിട്ട് 5 മിനിറ്റൊക്കെ എടുക്കുന്ന ആ ഒരു ടീച്ചിങ് ആണ് എന്ത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു 10 പേരുടെയൊക്കെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അധ്യാപനത്തിൽ ഏതെങ്കിലും ഒരു സ്കില്ലിനെ, ഇപ്പോൾ എക്സാമ്പിൾസ് പറയുക എന്നുള്ളൊരു സ്കില്ലാണെങ്കിൽ എക്സാമ്പിൾസ് പറയുന്നതുമായി ബന്ധപ്പെട്ട്, ഇനി ജസ്റ്റേഴ്സ് ആണെങ്കിൽ ജസ്റ്റേഴ്സ്, ബ്ലാക്ക് ബോർഡ് സ്കില്ലാണെങ്കിൽ ബ്ലാക്ക് ബോർഡ് സ്കില്ല് അല്ലെ, സൗണ്ട് മോഡുലേഷൻ ആണെങ്കിൽ സൗണ്ട് മോഡുലേഷൻ, അങ്ങനെ കൊടുത്തിട്ട് ആ ഒന്നിനെ ഫോക്കസ് ചെയ്ത് ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കിൽഫുൾ ആക്കുന്നതിനെയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുക. അപ്പോൾ മൈക്രോ ടീച്ചിങ് അല്ല. അസൈൻമെന്റ് നൽകി കഴിഞ്ഞതുകൊണ്ടാണോ? അല്ല. ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടാണോ സർഗശേഷി പഠിപ്പിക്കുക? അല്ല. പകരം എന്തായിരിക്കണം? മസ്തിഷ്കോച്ചാടനമാണ്, അഥവാ ബ്രെയിൻ സ്റ്റോമിങ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അപ്പുറത്ത് ഇംഗ്ലീഷുണ്ട് ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ളത്. എന്താ ബ്രെയിൻ സ്റ്റോമിങ്? ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ഹുക്ക് ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഏറ്റവും നല്ല ഒരു ഏറ്റവും അനുയോജ്യമായ രീതിയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5ാമത്തെ ചോദ്യം, വ്യക്തികളുടെ വികാസവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? നല്ല ചോദ്യമാണ്. ഓപ്ഷൻ എ, വികാസം ജീവിതകാലത്തിലുടനീളം നടക്കുന്ന പ്രക്രിയയാണ്. ഇവിടെ ശരിയല്ലാത്തതാ ചോദിച്ചത്, അതായത് തെറ്റായത് ഏതെന്നാണ്. വികാസം ജീവിതകാലത്തിലുടനീളം നടക്കുന്ന പ്രക്രിയയാണ്. വികാസം വ്യക്തികളിൽ വ്യത്യസ്തമാണ്. പലതരത്തിലുള്ള വികാസങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസ നിരക്ക് ഒരേപോലെയാണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? വളർച്ച ജീവിതത്തിലുടനീളം നടക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. ഇവിടെ വികാസമാണ് പറഞ്ഞത്. ഇത് ശരിയാണ്. നമ്മളവിടെ ചോദിച്ചത് ശരിയല്ലാത്തത് ഏതെന്നാണ്. വികാസം വ്യക്തികളിൽ വ്യത്യസ്തമാണ്. ഇപ്പം എനിക്കുണ്ടാകുന്ന എൻ്റെ വികാസങ്ങളെല്ലാം എൻ്റെ വേറൊരാളുടെ, ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു സമപ്രായക്കാരൻ്റെ. അപ്പോൾ വികാസം വ്യക്തികളിൽ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിട്ട് തന്നെയാണ്. അപ്പോൾ അതും ശരിയാണ്. പലതരത്തിലുള്ള വികാസങ്ങൾ അല്ലേ, ശാരീരിക വികാസം തീർച്ചയായിട്ടും മാനസിക വികാസവുമായി ബന്ധമുണ്ട്. അപ്പോൾ ഓരോ വികാസവും മറ്റു വികാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ശരിയാണ്. വികാസ നിരക്ക് ഒരേപോലെയാണ്. ആണോ? വികാസ നിരക്ക് ഒരുപോലെയാണോ? അല്ല. അപ്പോൾ ശരിയല്ലാത്തതാ ചോദിച്ചത്. അപ്പോൾ ഏതാ ഉത്തരം? ഇതാണ്. ഇനി പക്ഷേ നമ്മുടെ ചിലപ്പോൾ ചോദ്യത്തിൽ എങ്ങനെ വരും? വ്യക്തികളുടെ വികാസവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ABC ആണ് ശരിയായത്, D മാത്രമാണ് അല്ലാത്തത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ തരാതെ ഇതിപ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിൽ തന്നിട്ട് AB എന്നിവ ശരി, BC എന്നിവ ശരി, ABC ശരി, എല്ലാം ശരി എന്ന് വരും. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ ABC എന്നിവ ശരിയാണ് ശരിയായത് ചോദിച്ചാൽ. അപ്പോൾ ചോദ്യം നന്നായിട്ട് മാറ്റങ്ങൾ വരും. പക്ഷേ ഇതേ രീതിയിൽ തന്നെ ചോദ്യം ആവർത്തിക്കും. വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. അത് ഇപ്രകാരമൊക്കെ തന്നെയാണ് വരാറുള്ളത്. 6ാമത്തെ ചോദ്യം, പഠനത്തിൽ മോശമായ കുട്ടികളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പാരിതോഷികങ്ങൾ നൽകുന്നു. താഴെ പറയുന്ന ഏതു രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? അല്ലേ, അതായത് പഠനത്തിൽ ഒരു മോശമായ ഒരു കുട്ടിയെ അവനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് കൊടുക്കുന്നു? പാരിതോഷികങ്ങൾ കൊടുക്കുന്നു. അതെവിടെ എന്താണ്? ബാഹ്യപ്രേരണ, ആന്തരിക പ്രേരണ. ബാഹ്യപ്രേരണയും ആന്തരിക പ്രേരണയും ഇവ രണ്ടുമല്ല. ഇവിടെ ബാഹ്യപ്രേരണയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുട്ടിക്ക് പാരിതോഷികം കിട്ടും എന്ന് പറയുമ്പോൾ അവൻ പഠിക്കും. ആന്തരിക പ്രേരണ അല്ല. ആന്തരിക പ്രേരണയാണെങ്കിൽ അവന് ഈ പാരിതോഷികത്തിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല അവൻ മോശമായ ഒരു കുട്ടിയായി മാറാം. പഠനത്തിൽ മോശമാവില്ല അവൻ ഇൻറ്റേർണലി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് എക്സ്റ്റേണൽ ആണ്. അപ്പോൾ ബാഹ്യപ്രേരണയാണ്. ഓക്കെ അല്ലേ? 6ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരു ക്ലാസ്സിൽ പഠനവൈകല്യമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിനെ അറിയപ്പെടുന്നത് ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ, സങ്കലിത വിദ്യാഭ്യാസം. ഇവിടെ നോക്കണം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. എങ്ങനെയാണ് വരുന്നത്? പഠനവൈകല്യമുള്ള കുട്ടികളും വരും, എല്ലാ കുട്ടികളും വരും ഒരു ക്ലാസ്സിനകത്ത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. 8ാമത്തെ ചോദ്യം, അരുണിമയ്ക്ക് പക്ഷി, മൃഗാദികൾ, ചെടികൾ എന്നിവയോട് വളരെ ഇഷ്ടവും അവയെ പരിപാലിക്കാൻ താല്പര്യവുമാണ്. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് അവളിൽ പ്രാബല്യത്തിലുള്ളത്? കലാപരമായ ബുദ്ധി, പാരിസ്ഥിതിക ബുദ്ധി, ആത്മീയ ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി.
ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം പഠിക്കാനുണ്ട്. അത് നോക്കിയാൽ തന്നെ അറിയാം, പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പാരിസ്ഥിതിക ബുദ്ധിയാണ്, എൻവയോൺമെൻറ്റൽ ബുദ്ധിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 9ാമത്തെ ചോദ്യം, പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ ബാബു സംഘപ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല. അധ്യാപകൻ എന്ന നിലയിൽ ഇതിനെ എങ്ങനെ പരിഹരിക്കും? അവൻ്റെ താല്പര്യമനുസരിച്ച് ചെറിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നിരന്തരം നൽകുക, നേതൃത്വ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് നിർബന്ധിപ്പിക്കുക, വ്യക്തിയധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ മാത്രം അവനെ പങ്കെടുപ്പിക്കുവാൻ അനുവദിക്കുക, സംഘപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാത്തതിന് അവനെ വിമർശിക്കുക. ബാബുവിന് സംഘപ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല. അപ്പോൾ അധ്യാപകൻ എന്ന നിലയിൽ ഇതിനെ എങ്ങനെ പരിഹരിക്കുന്ന ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി വിമർശിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. വിമർശിക്കുക ആണോ? അല്ല, ഒരിക്കലും അല്ല. വ്യക്തി അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ സംഘപ്രവർത്തനം ആണല്ലോ ഇഷ്ടമില്ലാത്തത്. അപ്പോൾ അവനവന് ഇൻഡിവിജ്വലി ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കണോ? അല്ല. അവൻ്റെ താല്പര്യം നോക്കേ, ബി ഓപ്ഷൻ നോക്കിയേ, നേതൃത്വ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ അതുമല്ല. പകരം എന്താണ്? അവൻ്റെ താല്പര്യം അനുസരിച്ച് ചെറിയ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ കണ്ടിന്യൂസ് ആയിട്ട് നൽകുക. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 10ാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമഗ്ര വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആദ്യം അനുവർത്തിക്കേണ്ടത് വിവിധ പഠനാനുഭവങ്ങൾ ആസൂത്രണം ചെയ്യുക. ഓക്കെ ആണ്, നല്ല തന്നെയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ തിരിച്ചറിയുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഠനാനുഭവങ്ങൾ നൽകുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഭിന്നശേഷിക്കാരുടെ വിവിധ കഴിവുകൾ വിലയിരുത്തുക ആവശ്യമാണ്. എന്നാൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമഗ്ര വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി, ആദ്യം ഭിന്നശേഷിക്കാരായ കുട്ടികളെ തിരിച്ചറിയാനാണ് വേണ്ടത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ട്. കേട്ടിട്ട് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നിരന്തരം ക്ലാസ്സുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കേട്ടറ്റിൻ്റെ ഒരു പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 സോഷ്യൽ സയൻസും മാത്തമാറ്റിക്സിനും ഉള്ള ക്ലാസ്സുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ നമ്മളൊന്ന് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ റിലാക്സ് ആയിട്ട് പഠിക്കാം. ഡിസംബർ വരെ നമുക്ക് സമയമുണ്ട്. ഡിസംബറിലായിരിക്കും നമ്മുടെ പരീക്ഷ കാണുക. അപ്പോൾ ഇനിയും വൈകാതെ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത കേട്ടിട്ട് ഉറപ്പാക്കുക. താങ്ക് യു.